ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് ഈ ജീവിതം? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്. എന്താണ് ജീവിതം? അവ്യക്തമാമൊരു സുന്ദരമായ വളകിലക്കം, സംഗീതതുന്തിലം, പിന്നെയോ ശൂന്യം പരമശൂന്യം. ഇതെഴുതിയത് ചങ്ങമ്പുഴ. സംഗീതതുന്തിലം നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം പരമശൂന്യം. ഇതൊരാളുടെ ആറ്റിറ്റ്യൂഡാണ്. അതായത് ശൂന്യമാണ് ജീവിതം. പക്ഷേ ജീവിതം അങ്ങനെ തന്നെയാണോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതം ഒരാഘോഷമാണെന്നാണ്. ഒരിക്കലും തീരാത്തൊരാഘോഷം. ഏതോ ഒരു താളത്തിനൊപ്പം നമ്മൾ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. ദൈവികമായൊരു താളം. അതാരാണ് പാടുന്നത്? അറിയില്ല. എത്ര നാൾ നമ്മളിങ്ങനെ ചുവടുകൾ വെക്കും? അറിയില്ല. പക്ഷെ ചുവട് വെക്കുന്ന ഈ നിമിഷത്തിൽ അറിയാം, ഈ ചുവടുവെപ്പിന് വല്ലാത്തൊരു സുഖമുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് സെലബ്രേഷൻ. ഈ സെലബ്രേഷനെ കുറിച്ച് പറഞ്ഞു തരുന്നൊരു പുസ്തകം, ഓപ്പണിംഗ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്, അജൻ ബ്രം എഴുതിയിട്ടുള്ള ഈ പുസ്തകം. ഇതിൻ്റെ പരിഭാഷയാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്. ആനന്ദത്തിലേക്കൊരു കവാടം. പരിഭാഷ എസ് ജയചന്ദ്രൻ നായർ. ബുദ്ധൻ പറഞ്ഞൊരു കഥയുണ്ട്. ഒരാളെ കടുവ ഓടിച്ചിടുന്നു. കടുവയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി കുതിച്ചോടുന്ന അയാൾ ഒരു കുഴിയിലേക്ക് ചെന്ന് വീഴുന്നു. ഒരു മരത്തിൻ്റെ വേരിൽ അയാളിങ്ങനെ കടിച്ചു തൊങ്ങി കിടക്കുകയാണ്. മുരണ്ടുകൊണ്ട് കടുവ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് താഴേക്ക് നോക്കുമ്പോൾ പത്തി വിടർത്തി കൊത്താൻ പാകത്തിൽ ഒരു പാമ്പ്. മുകളിൽ കടുവ, താഴെ പാമ്പ്. വല്ലാതെ വിവശനായിട്ട് അയാളങ്ങനെ വിധിയെ കാത്ത് വരാനിരിക്കുന്ന എന്തോ അത് സംഭവിക്കട്ടെ എന്ന മട്ടിൽ കിടക്കുമ്പോൾ പൊത്തിൽ നിന്നും പുറത്തു വന്ന 2-3 ചുണ്ടനെലികൾ ആ വേര്, അവസാനത്തെ ആശ്രയമായ വേര്, കരണ്ട് തിന്നാൻ തുടങ്ങുന്നു. കരണ്ട് എപ്പോഴാകും താഴേക്ക് വീഴുക അറിഞ്ഞുകൂടാ. അങ്ങനെ കിടക്കെ ഏതൊരു തേൻകൂടിൽ നിന്നും ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന തേൻ തുള്ളി അതയാളുടെ മുഖത്ത് വന്ന് വീഴുന്നു. ആ തേൻതുള്ളി അയാൾ ആസ്വദിച്ചു. തേൻതുള്ളി ആസ്വദിച്ചപ്പോൾ കടുവയെ മറന്നു, പാമ്പിനെ മറന്നു, ചുണ്ടനെലിയെ മറന്നു. ജീവിതത്തിൻ്റെ നിർവൃതിയുടെ ഒരൊറ്റ നിമിഷത്തിൽ അയാൾ ആ നിർവൃതിയായി രൂപാന്തരപ്പെടുന്നു. ആൻഡ് ഇറ്റ് ബിക്കംസ് എ സെലിബ്രേഷൻ. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളെ പ്രശ്നങ്ങളാകുന്ന കടുവകൾ ഓടിച്ചിട്ടേക്കാം. നിങ്ങൾ വിഴുങ്ങുവാൻ വേണ്ടി വിഷകാരികളായ എന്തൊക്കെയോ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ പിടിവള്ളിയും ആരോ കരണ്ട് ഇല്ലാതാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ലൈഫ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ ആൻഡ് യു ക്യാൻ സെലിബ്രേറ്റ് ഇഫ് യു വാണ്ട് ടു സെലിബ്രേറ്റ്. സോ മേക്ക് എ സെലിബ്രേഷൻ ഔട്ട് ഓഫ് യുവർ ലൈഫ്. ഇത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ സന്ദേശവും. ആദ്യ ഭാഗത്ത് തന്നെ അജൻ ബ്രം അദ്ദേഹത്തിൻ്റെ വീട് വിട്ടിറങ്ങുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ അപ്പൻ പറഞ്ഞ ഒരു വാചകം, അത് ഒരു ധ്യാന വിഷയമാണ്. മോനെ, നീ എവിടേക്ക് പോയാലും എവിടേക്ക് അലഞ്ഞാലും ഒരു കാര്യം ഓർക്കണം, അപ്പൻ നിൻ്റെ വീടിൻ്റെ വാതിൽ അടച്ചിട്ടില്ല. തുറന്നു കിടക്കുന്ന വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. ഏതൊരു അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് നൽകാവുന്ന സന്ദേശമാണത്. മോനെ, എങ്ങോട്ടൊക്കെ പോയാലും എത്ര കാതം അകന്ന് സഞ്ചരിച്ചാലും വീട്ടിലെ വാതിൽ അടച്ചിട്ടില്ല മോനെ. ഹൃദയത്തിൻ്റെ ജാലകങ്ങളും വാതിലുകളും തുറന്നു കിടക്കുകയാണ്. യു ആർ വെൽക്കം എനി ടൈം. ഇത് പറയുകയാണെങ്കിൽ വീട്ടിലേക്കുള്ള വഴി മക്കൾ മറന്നുപോകും. പല അമ്മമാരും കരഞ്ഞു പറയുന്നുണ്ട്, മക്കൾ വീട്ടിലേക്കുള്ള വഴി മറക്കുന്നു. അമ്മയുടെ ഹൃദയത്തിലേക്കുള്ള വഴിയിൽ നിറയെ പുല്ല് കയറിയിരിക്കുന്നു. എന്താ കാരണം? നിങ്ങൾ തന്നെ വാതിൽ ആദ്യമേ അടച്ചു കളഞ്ഞു.
നിങ്ങൾ വാതിൽ അടച്ചു കളഞ്ഞതുകൊണ്ട് വീട്ടിലേക്കുള്ള വഴി മറന്നുപോയി. അവിടെ നിറയെ പുല്ലും കളകളും. ഇതിൻ്റെ കാരണക്കാർ ആരാണ്? ആദ്യ ചോദ്യം. ദാമ്പത്യത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നു, 3 മോതിരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടത്രേ. സാധാരണഗതിയിൽ എൻഗേജ്മെൻറ്റ് റിങ്, വെഡ്ഡിങ് റിങ്, അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെ ഒരു കാണാത്ത റിങ് കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടത്രേ. ശരിക്കും സഹജീവിതം എന്നുള്ളത് സഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഒരു പരിധിവരെ. പക്ഷേ ആ സഹനത്തെ സുഖകരമാക്കി മാറ്റാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന നൊമ്പരം നിങ്ങൾക്ക് ആസ്വാദ്യമാണ്. നിങ്ങൾ വെറുത്തു തുടങ്ങുമ്പോഴാണ് അയാൾ നൽകുന്ന നൊമ്പരങ്ങൾ നിങ്ങൾക്ക് തീർത്തും അസഹ്യമായി മാറുന്നത്. എന്നെ കേട്ടിരിക്കുന്ന ദമ്പതിമാരുടെ ഒരു ചോദ്യം, നിങ്ങൾ അങ്ങേയറ്റം പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ നൊമ്പരപ്പെടുത്തുമ്പോഴും നിങ്ങൾ ആസ്വദിച്ചിരുന്നു. ഇറ്റ് വാസ് സംതിങ് ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് സംതിങ് സൂതനിങ്. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ? ഇപ്പം എന്താ പറ്റുന്നത്? പ്രണയം ചോർന്നു പോയത് കൊണ്ട് ജീവിത പങ്കാളിയുടെ ഏതൊരു പ്രവൃത്തിയും അസഹ്യമായി മാറി തുടങ്ങുന്നു. അവിടെ മാറ്റം ഉണ്ടാകേണ്ടത് ആർക്കാണ്? ഏത് ജീവിതത്തിലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ സഹനമുണ്ട്. ആ സഹനത്തെ സ്വീകരിക്കാൻ കഴിയുന്നിടത്താണ് ഒരാളുടെ ഹൃദയവിശാലത. ക്രൂശിക്കാനല്ല, കുരിശ് ഏറ്റുവാങ്ങാനാണ് ഒരാൾ തയ്യാറാകേണ്ടത്. നിങ്ങൾ സ്വർണം കൊണ്ടുള്ള ഒരു വ്യക്തിയെ കൂടെ താമസിപ്പിച്ചാലും സ്വർണത്തിനും കുരിശായി മാറാൻ പറ്റും. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നിടത്ത് ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ട്. പിന്നെ ആസ്വദിക്കപ്പെടേണ്ട ജീവിതത്തെ അങ്ങേയറ്റം വികലമാക്കി മാറ്റുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഇതിൽ ഒരു നുറുങ്ങ് കഥ വീണ്ടും അജംബ്രം പറയുന്നു. മധുവിധുവിൻ്റെ നാളുകളിൽ ഭാര്യയും ഭർത്താവും സുന്ദരമായ തടാകക്കരയിലിരിക്കുകയാണ്. അകലിൽ നിന്ന് ഒരു സ്വരം. ഭാര്യ പറയുന്നു, ഓ, ഏതൊരു കോഴി കടന്നു വരികയാണ്. ഭർത്താവ് പറയുന്നത്, കോഴിയോ? അത് താറാവാണ്. ഭാര്യ പറയുന്നു, ഇല്ല, അത് കോഴിയാണ്. ഭർത്താവ് പറയുന്നു, ഇല്ല, അത് താറാവാണ്. പിന്നെ പരസ്പരം മത്സരിക്കുകയാണ്, കോഴിയാണ് താറാവാണ്, കോഴിയാണ് താറാവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വീണു ഭർത്താവിന്. അയാൾ പറഞ്ഞു, കോഴി ആയാലെന്ത്, താറാവായാലെന്ത്, നമുക്ക് ഈ വൈകുന്നേരത്തെ ആസ്വാദ്യകരമായ അനുഭവമാണ് പ്രധാനപ്പെട്ടത്. കോഴി ആയാലെന്ത്, താറാവായാലെന്ത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക, നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ചർച്ച ചെയ്തും ചിന്തിച്ചും വഴക്കടിച്ചും ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കെടുത്തിക്കളയുകയാണ്. ഈ നിമിഷമാണ് നിത്യതയുടെ നിമിഷം. ഇപ്പോൾ സന്തോഷിക്കുക. കോഴിയാവട്ടെ താറാവാകട്ടെ ജീവിതത്തിലേക്ക് വരുന്നത്. എൻജോയ് ദിസ് മോമെൻറ്റ്. യു ഡോണ്ട് നീഡ് ടു ഹാവ് ടു മെനി ഡിസ്കഷൻസ് ആൻഡ് ടു മച്ച് ഓഫ് കോറൽസ്. ഇതൊന്ന് ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ജീവിതം സുന്ദരമാകുമായിരുന്നു. സുന്ദരമാണോ ജീവിതം? ചിന്തിക്കുക. ഒരു വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കുകയാണ് അജൻബ്രം. ഭാവി വരന് അമ്മായപ്പൻ നൽകുന്നൊരു ഉപദേശം ഈ സന്യാസി കേൾക്കുന്നു. ഈ വരനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നിൻ്റെ ഭാര്യ, എൻ്റെ മകൾ, വളരെ പെർഫെക്റ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അവൾ പെർഫെക്റ്റാണ്. ഇപ്പോൾ ഏറ്റവും നല്ല ആളാണ് അവളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ? അതെ, തീർച്ചയായിട്ടും അവൾ വളരെ നല്ലതാണ്, വളരെ സ്യൂട്ടബിളാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഏറ്റവും സുന്ദരമായിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നിങ്ങൾ വിവാഹിതരായത് അല്ലേ? ആ വൃദ്ധൻ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ആ ചിന്ത എന്നും ഉണ്ടാകണം. എന്തെന്നറിയോ, കുറച്ച് കഴിയുമ്പോൾ, ഏതാനും കൊല്ലം കഴിയുമ്പോൾ ഈ പെർഫെക്റ്റ് എന്നുള്ള ആൾ ഇംപെർഫെക്റ്റായി മാറും. നിനക്ക് ഏറ്റവും സ്യൂട്ടബിളായി തോന്നിയ ആൾ ഏറ്റവും അനുയോജ്യ അല്ല എന്ന് നിങ്ങൾ കണ്ടെത്തും. കുറവുകൾ, കുറ്റങ്ങൾ, പരിഭവങ്ങൾ, പരിവേദനകൾ ഇത് മാത്രമായിട്ട് മാറും. പക്ഷെ അപ്പോഴൊക്കെ നന്ദിയോടുകൂടി ഒരു കാര്യം ഓർക്കണം, നിങ്ങളും പെർഫെക്റ്റ് അല്ല എന്നൊരു കാര്യം. അവൾ വളരെ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളെക്കാൾ നല്ലൊരാളെ തേടി അവൾ പോകുമായിരുന്നു. അവൾക്ക് കുറവുള്ളത് കൊണ്ടാണ് കുറവുള്ള നിങ്ങളെ അവൾ കണ്ടെത്തിയത്. ഇത് രണ്ടുപേരും ഓർത്തു കഴിഞ്ഞാൽ എന്നും സന്തോഷമായിരിക്കും. ചില ആളുകളൊക്കെ ഉണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുകയാണ്. 31-41 വയസ്സായാലും ഇതുവരെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടേ ഇല്ല. പെർഫെക്റ്റ് പാർട്ട്ണറെ തേടിയുള്ള അലച്ചിലാണ്. അവസാനം 49-ാം വയസ്സിൽ പെർഫെക്റ്റ് പാർട്ട്ണറെ കണ്ടെത്തി കഴിയുമ്പോൾ ആ കണ്ടെത്തിയ ആൾ പറയും, ഞാൻ ഉദ്ദേശിച്ച പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങളല്ലല്ലോ,
അപ്പോൾ അവരും ഇതുപോലെ പെർഫെക്റ്റ് പാർട്ട്ണറെ തിരയുകയായിരുന്നു. കഷ്ടം. നമ്മുടെ ജീവിതത്തിൽ പെർഫെക്ഷൻ തിരഞ്ഞ് അവസാനം എങ്ങും എത്താത്ത അവസ്ഥാന്തരങ്ങൾ ഉണ്ടാകാറുണ്ട്. കൃതജ്ഞതയോടെ ഓർക്കുന്നത് നല്ലതാണ്. ദൈവം എന്നെ പെർഫെക്റ്റ് അല്ലാതെ സൃഷ്ടിച്ചു, ഞാൻ കണ്ടെത്തേണ്ട വ്യക്തിയും പെർഫെക്റ്റ് ആകരുത്. പെർഫെക്റ്റിനെ തിരഞ്ഞ് ഒരു നാളും പെർഫെക്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രായം കടന്നു പോകും ചങ്ങാതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപൂർണരാണെങ്കിൽ അപൂർണതയെ തിരഞ്ഞാൽ മതി, കുറച്ചുകൂടി പൂർണ്ണത ജീവിതത്തിലേക്ക് വരുമായിരിക്കും. ഇനി യഥാർത്ഥ സ്നേഹം എന്നുള്ളത് എന്താണ്? അതും ഒരു ചോദ്യ വിഷയമാണ്. ബുദ്ധനെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു രാജ്ഞി. ബുദ്ധൻ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അന്തഃപുരത്തിൻ്റെ വാതിലുകൾ തുറന്ന് രാജ്ഞി ഇങ്ങനെ കൺകുളിർക്കെ കണ്ടിരിക്കുകയാണ്. രാജാവിന് കടുത്ത അസൂയ. രാജാവിന് അസൂയ മൂത്ത് ഇവളോട് ചോദിച്ചു, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? എന്നെയാണോ അതോ അതിൽ കൂടുതലായിട്ട് ബുദ്ധനെയാണോ? ഏതുത്തരം പറഞ്ഞാലും ഇപ്പോൾ പ്രശ്നമാണെന്ന് രാജ്ഞിക്കറിയാം. പെട്ടെന്ന് അവൾ പറഞ്ഞു, സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. അതാണ് സത്യം. ആരെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ബേസിക്കലി നിങ്ങൾ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്? നിങ്ങളെ തന്നെ. നിങ്ങളൊരാളെ പ്രണയിക്കുന്ന നേരത്ത് നിങ്ങൾ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം വെടിയാം, നിനക്ക് വേണ്ടി എല്ലാം തരാം, നിനക്ക് വേണ്ടി ഏത് ത്യാഗവും അനുഷ്ഠിക്കാം. പക്ഷെ നിങ്ങൾ അനുഷ്ഠിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഇന്ന് പ്രണയിക്കുന്ന വ്യക്തിയെ നാളെ അങ്ങേറ്റം വെറുപ്പോടുകൂടി തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഭ്രമം മാറിയപ്പോൾ. പ്രണയിക്കുന്ന സമയത്ത് പലർക്കും ഒരു ഭ്രമമുണ്ട്. ആ ഭ്രമത്തോടു കൂടി നോക്കുമ്പോൾ പെർഫെക്റ്റ് പേഴ്സണാണ്. ആ പെർഫെക്റ്റ് പേഴ്സണിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. ഭ്രമം മാറിക്കഴിയുമ്പോഴോ നിങ്ങൾക്ക് വെറുപ്പാണ്. അപ്പോൾ ചോദിക്കുക, നിങ്ങൾ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്? MTയുടെ കഥാപാത്രം പറയുന്ന പോലെയാണ്, ജീവിതകാലത്തിനിടയിൽ നിങ്ങൾ ഒരൊറ്റ ആളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിങ്ങളെ തന്നെയാണ്. വെറുതെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കണ്ണിലൂടെ, നിങ്ങൾ കാണുന്നത് നിങ്ങളെ തന്നെ, നിങ്ങൾ ചരിക്കുന്നത് നിങ്ങളുടെ കാലുകളിലൂടെ, നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളിൽ തന്നെ, നിങ്ങളിൽ തുടങ്ങി നിങ്ങളിൽ എത്തിച്ചേരുന്ന നിങ്ങളുടെ തന്നെ ഒരു കെട്ട ജന്മത്തെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരുപാട് ഫിലോസഫി ഒന്നും പറയാതിരിക്കുക. നമ്മൾ നമ്മളെയാണ് ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നത്. അതും മനസ്സിലാക്കി കഴിയുമ്പോൾ കൂടെയുള്ളവരെ കുറച്ചുകൂടി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അതല്ലാതെ എല്ലാം ഫിലോസഫിക്കലായി കണ്ടുകൊണ്ട് എല്ലാത്തിനും ന്യായീകരണം നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആരെയും സ്നേഹിക്കാൻ പോകുന്നില്ല. ഇതും ഒരു തിരിച്ചറിവാണ്. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത് എന്താണ്? നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത് ഭയമാണ്. അമേരിക്കക്കാർക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ എന്ന ടെലിവിഷൻ പരമ്പരയുണ്ട്. പയ്യനെ അന്ധനായ ഒരാൾ ട്രെയിനിങ് നടത്തുകയാണ്. കഠിനമായ പരിശീലനം തന്നെ. ഗുരു പറഞ്ഞു, നീ ആസിഡ് നിറച്ചിരിക്കുന്ന സ്വിമ്മിംഗ് പൂളിന് മുകളിലെ പാലത്തിലൂടെ നടക്കാൻ സിദ്ധി നേടണം. അങ്ങനെ നടക്കുമ്പോൾ ഒരു ചുവടൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നിലത്ത് വീഴും. കുറേ അസ്ഥിക്കൂടങ്ങളൊക്കെ ആ വെള്ളത്തിൽ കാണാം. അത് നോക്ക്, നിനക്ക് മുമ്പേ പരിശീലനം തേടിയവരുടെ അസ്ഥിക്കൂടങ്ങളാണ് അവിടെ കിടക്കുന്നത്. ചുവടൊന്ന് തെറ്റിയാൽ, കണ്ണൊന്ന് തെന്നിയാൽ നിലത്ത് വീഴും. പിന്നെ വെറും അസ്ഥി നീ. അതുകൊണ്ട് സൂക്ഷിക്കണം. യഥാർത്ഥ നടത്തം ഈ ആസിഡ് വാട്ടറിന് മുകളിലൂടെ. പക്ഷെ അതിന് പരിശീലനത്തിനായിട്ട് സാധാരണ വെള്ളത്തിന് മുകളിലുള്ള ചെറുപാലത്തിലൂടെ, നൂൽപാലത്തിലൂടെ നടക്കുന്നു. 7-8 പ്രാവശ്യം അങ്ങനെ നടന്നു. യാതൊന്നും സംഭവിച്ചില്ല. പേടിയേ തോന്നിയിട്ടില്ല. കാരണം താഴെ ആസിഡ് വാട്ടർ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ കൺകെട്ടിപ്പോലും അവന് നടക്കാൻ പറ്റി. ഇനി അവസാനത്തെ ദിവസം വന്നു. ഇന്നാണ് ആസിഡ് വാട്ടറിന് മുകളിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കേണ്ടത്. ഇവൻ ആദ്യ ചുവട് വെച്ചപ്പോൾ തന്നെ ശരീരം മാസകലം വിറയൽ കൊണ്ട് അവനെ കണ്ണ് കാണാൻ വയ്യ. അടുത്ത ചുവട്, 4ാമത്തെ ചുവട് വെച്ചപ്പോൾ തന്നെ അവൻ നിലത്തേക്ക് വീണു, ആസിഡ് വാട്ടറിലേക്ക്. പക്ഷെ ആ വെള്ളത്തിലേക്ക് ചെന്ന് വീണപ്പോൾ മനസ്സിലായി അവിടെ ആസിഡുമില്ല, ഒന്നുമില്ല, വെറും പച്ചവെള്ളം. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ഒരു വിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു. താഴെ കിടക്കുന്ന അസ്ഥിക്കുടങ്ങൾ പോലും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ആരും ഇവിടെ വീണ് മരിച്ചിട്ടില്ല, നീയും മരിക്കാൻ പോകുന്നില്ല, ഇത് വെറും വെള്ളം മാത്രമാണ്. എന്നിട്ട് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് ഗുരു. അവൻ്റെ നേരെ തിരിഞ്ഞിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ, നിന്നെ വീഴ്ത്തിയത് എന്താണ്? ഇറ്റ്സ് ഫിയർ ഗ്രാസ് ഹോപ്പർ, ഇറ്റ്സ് ഓൺലി ഫിയർ.
ഭയമാണ് നിന്നെ വീഴ്ത്തിയത്, അല്ലാതെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇറ്റ്സ് ഫിയർ, ഭയമാണ് നിന്നെ വീഴ്ത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മളെ വീഴ്ത്തുന്നത് എന്താണ്? നൂൽപ്പാലങ്ങളുടെ പ്രശ്നം മൂലമല്ല നമ്മൾ വീഴുന്നത്, നമ്മളുടെ ഭയങ്ങളാണ് നമ്മളെ വീഴ്ത്തുന്നത്. ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നൂൽപ്പാലത്തിലൂടെ നടക്കേണ്ടി വരും. അപ്പോൾ ഭയം വെടിയുവാൻ കഴിയുന്നവന് കുറച്ചുകൂടി ഉറച്ച ബോധ്യത്തോടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അതിനാണ് ശ്രമിക്കേണ്ടത്. ഈ ഗ്രന്ഥകർത്താവ് തന്നെ സ്വന്തം അനുഭവം പറയുന്നു, അസഹ്യമായ പല്ലുവേദന. ഈ ബുദ്ധ സന്യാസിമാർ സാധാരണഗതിയിൽ ധ്യാനത്തിലൂടെയൊക്കെ വേദനയെ കുറക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ധ്യാനിച്ചിട്ടും ശ്രമിച്ചിട്ടും എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും മാറുന്നില്ല. കഠിനമായ വേദന. ഇതിനെ പ്രതിരോധിച്ച് തളർന്നു, വേദന കൂടുന്നേ ഉള്ളൂ. മറ്റൊരു മാർഗവുമില്ല. തൽക്കാലം മരുന്ന് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുമില്ല വിജനമായ സ്ഥലത്ത്. അവസാനം ഒരു മന്ത്രം പോലെ മനസ്സിലേക്കൊരു വാചകം, അങ്ങനെ ആവട്ടെ, ലെറ്റ് ഇറ്റ് ബി സോ, അങ്ങനെ ആവട്ടെ, പെയിൻ എന്നെ കീഴ്പ്പെടുത്തട്ടെ, പെയിൻ എന്നിലേക്ക് വരട്ടെ, ലെറ്റ് ഇറ്റ് ബി സോ. നമ്മളൊക്കെ പറയില്ലേ, ആമേൻ ആമേൻ, അങ്ങനെ ആവട്ടെ. ഇതൊരു മന്ത്രം പോലെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്കും പ്രസരിച്ചു കഴിഞ്ഞപ്പോൾ ദ പെയിൻ ഈസ് ഗോൺ. പെയിൻ ഈസ് ഗോൺ എന്ന് പറയാൻ പറ്റില്ല, വേദനയൊന്നും പോയിട്ടില്ല. പക്ഷെ വേദനയെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേദന അല്ലാതായി മാറി. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു വലിയ പാഠം. വേദനയെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ വേദന അല്ലാതായി മാറും. ഭാരതത്തിലെ വലിയ ചിന്തകൻ, അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന അദ്ദേഹത്തെ ക്യാൻസർ വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണം വന്നിട്ട് പറഞ്ഞു, അയ്യോ എന്തുമാത്രം പെയിനാണ്, എന്തുമാത്രം സഫറിങ് ആണ് അങ്ങേക്ക്. അദ്ദേഹം ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അതിനെ തിരുത്തി, ഹൂ ടോൾഡ് യു ഐ ഹാവ് സഫറിങ്, ഐ ഹാവ് പെയിൻ ബട്ട് നോ സഫറിങ്. എനിക്ക് വേദനയുണ്ട്, സഹനമില്ല. എന്തിനാണ് സഹനം ഉണ്ടാകുന്നത്? വേദന ഉണ്ടാകുമ്പോഴൊക്കെ സഹനമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നല്ലൊരു ഉൾക്കാഴ്ച തരുന്ന സിദ്ധാന്തമാണത്. യു കനോട്ട് അവോയ്ഡ് പെയിൻ. ജീവിതത്തിൽ വേദന മാറ്റാൻ പറ്റില്ല. പക്ഷെ വേദനയെ മഹാസഹനമാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വേദന മാത്രമാണ്. അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. ഇറ്റ് ഡസൻറ്റ് നീഡ് ടു ബി എ സ്പിരിച്വൽ റിയാലിറ്റി. ജസ്റ്റ് ലിവ് ബൈ ഇറ്റ്. വേദനയുണ്ട്, സഹനമൊന്നും ആക്കുന്നില്ല. ഇതൊന്നും സഹനമൊന്നുമല്ല, വെറും വേദന, കടന്നു പോകുന്ന വേദന എന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നിടത്ത് ഒരാൾ ആകാശത്തോളം വലുതാവുകയാണ്. ഇത് വെറുതെ ഫിലോസഫി പറയുന്നതല്ല. ജീവിതത്തിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ, മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രോധം കൊണ്ട് ആളുകളെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് സത്യം. പഴയൊരു കഥ ഇദ്ദേഹം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ക്രോധം വിഴുങ്ങുന്ന ഭൂതം, ക്രോധം ഭക്ഷിക്കുന്ന ഭൂതം എന്ന പേരിൽ. അതായത് ഒരു രാജാവിൻ്റെ സദസ്സിലേക്ക് പെട്ടെന്ന് ഒരു വിചിത്ര ജീവി വരുന്നു. അതിവിചിത്രമായ രൂപം, വല്ലാത്ത ദുർഗന്ധം, അസഹ്യമെന്നതിനപ്പുറത്തേക്കുള്ളൊരു പദം ഉപയോഗിക്കണം. അത്രയ്ക്ക് അസഹ്യമായിട്ടുള്ള ദുർഗന്ധം. ഓരോരുത്തരായിട്ട് ഇതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ദുർഗന്ധം കൂടും, ഇതിൻ്റെ വൈരൂപ്യം വർദ്ധിക്കും. പിന്നെയും ആരെങ്കിലും വന്ന് കുറ്റപ്പെടുത്തും, അതിനെ കളയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇത് വലുതാകും, ദുർഗന്ധം കൂടും. ഇങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന അസഹ്യമായ ദുർഗന്ധം വമിപ്പിക്കുന്ന ഭൂതം. ബോധമുള്ളൊരു സന്യാസി വന്നിട്ട് അതിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നല്ല വാക്കുകൾ പറയാൻ തുടങ്ങി. ദുർഗന്ധം കുറഞ്ഞു. അടുത്തൊരു നല്ല വാക്ക്, അതിൻ്റെ വലിപ്പം കുറഞ്ഞു. വീണ്ടും ഒരു നല്ല വാക്ക്, നല്ലൊരു പ്രശംസ. അങ്ങനെ അവസാനം ഈ ക്രോധത്തെ വിഴുങ്ങുന്ന ഭൂതം അപ്രത്യക്ഷനായി. ഈ ഉപമ ജീവിതത്തിലേക്കിട്ട് നോക്കുക. നമ്മളുടെയൊക്കെ ധാരണ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, പഴിവാക്ക് പറഞ്ഞ്, തെറിവാക്ക് പറഞ്ഞ് ആളുകളെ നന്നാക്കാമെന്നാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെയൊന്നും സാധിക്കില്ലെന്ന്. ഒരുപാട് കുറ്റപ്പെടുത്തപ്പെട്ട വ്യക്തി കൂടുതൽ വൈരൂപ്യമുള്ള ആളായിട്ടേ മാറിയിട്ടുള്ളൂ. ഇത് ശാസ്ത്രവും മനഃശാസ്ത്രവും പറഞ്ഞു തരുന്ന കാര്യമാണ്. എന്നാലും നമ്മളിങ്ങനെ കറക്ഷനും ഡിറക്ഷനായിട്ട് നടക്കുകയാണ്. കറക്ഷൻ വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊക്കെ തൊലിയുരിയുന്ന ഒരു പയ്യൻ, തൊലിയുരിയപ്പെട്ട ആ വ്യക്തി പിന്നീട് എല്ലാവർക്കും മാതൃകയായി അഭിമാനമായി വളരുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്നെ സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടാകും ക്രോധത്താൽ ജീവിക്കുന്ന, ക്രോധത്തെ ഭക്ഷിച്ച് കഴിയുന്ന ഏതെങ്കിലും ഭൂതങ്ങൾ. ആ ഭൂതങ്ങൾ ഇങ്ങനെ വളർന്ന് വലുതായി നാട്ടുകാർക്ക് പോലും അസഹ്യമായ വിധത്തിലുള്ള ദുർഗന്ധവുമായിട്ട് ജീവിക്കുകയാണ്.
ആ ബോധത്തെ ചെറുതാക്കാൻ നിങ്ങൾക്കേ പറ്റൂ, ഇല്ലാതാക്കാനും നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. വീണ്ടും നമ്മളൊക്കെ ഒരു ചവറ്റുകൊട്ട പോലെ ആയിരിക്കണം എന്നൊരു ഉപദേശം പുസ്തകത്തിൽ പറയുകയാണ്. ആ ചവറ്റുകൊട്ടയ്ക്ക് അടിയിൽ ഒരു ദ്വാരവും വേണം. ചവറ്റുകൊട്ടയിലേക്ക് ആളുകൾ ഇങ്ങനെ ചവർ കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കും. പക്ഷേ മെല്ലെ അടിയിലുള്ള ദ്വാരത്തിലൂടെ അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങളൊരിക്കലും ചവറ്റുകൊട്ട കൊണ്ട് ശ്വാസം മുട്ടുന്നില്ല, ഇടുന്നത് പോലെ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പാണ്ഡിത്യവും നിറവും വിനയവും സ്നേഹമുള്ള മനുഷ്യരൊക്കെ ചവറ്റുകൊട്ട പോലെയാണത്രേ. ഇദ്ദേഹത്തിൻ്റെ ഗുരുവായ അജൻചം പറയുന്ന സന്ദേശമാണത്. ഈ ചവറ്റുകൊട്ട പോലെ സ്വീകരിക്കുക, പക്ഷെ ഒന്നിനെ ഉൾക്കൊള്ളണ്ട. അത് സ്വീകരിക്കപ്പെട്ടതുപോലെ അതിനെ തിരസ്കരിക്കപ്പെടുകയും ചെയ്യണം. പക്ഷേ നമ്മളൊരു ചാനലായിട്ട് മാറുന്നു. അതുമൊരു നല്ല ആശയമാണ്. ഇനി വീണ്ടും ജീവിതത്തിൽ അമൂല്യമായ പാഠങ്ങൾ ലഭിക്കുന്നതിനൊക്കെ പണം വേണമെന്ന് പറയാൻ പറ്റുമോ? ഇദ്ദേഹം ബുദ്ധസന്യാസികളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അവർ ടോക്കൊക്കെ നടത്തുമ്പോൾ പണം സ്വീകരിക്കാറില്ലത്രേ. അപ്പോൾ പണമില്ല എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ തിങ്കിങ്ങുള്ള മനുഷ്യർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റാറില്ല. ചില മനുഷ്യരൊക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ടോക്ക് അറ്റൻഡ് ചെയ്യാൻ വരുന്നതിന് എത്ര പണം തരണം? അപ്പോൾ മറുപടിയായി ഈ സന്യാസിമാർ പറയും, ഒന്നുമില്ല. ഒന്നുമില്ലേ? എത്ര പണം തരണം? ഒന്നുമില്ല. ഒന്നും തരണ്ടേ? ഒന്നും തരാതെ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലമായിട്ട് കിട്ടുക? അപ്പോൾ ഈ സന്യാസിമാർ മറുപടി പറയും, സന്തോഷം മാഡം, സന്തോഷം സർ, സന്തോഷം. സന്തോഷം പ്രതിഫലമായിട്ട് കിട്ടുക. ചില ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പ്രതിഫലം കിട്ടണമെന്ന് എന്തിനാ ശഠിക്കുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരെ, നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള വീട്ടുജോലികൾക്ക് ആരെങ്കിലും പ്രതിഫലം നൽകുകയാണെന്ന് വിചാരിക്കുക. ഏത് പ്രതിഫലം കൊണ്ട് നിങ്ങളുടെ ജോലിക്ക് പ്രതിഫലം നൽകാൻ പറ്റും? നിങ്ങൾ എത്രയേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. ആർക്കെങ്കിലും നിങ്ങളുടെ ജോലിയുടെ വില നിശ്ചയിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ കുടുംബത്തെ പുലർത്തുന്ന രക്ഷാകർത്താക്കൾ, അവരുടെ അധ്വാനത്തിന് ആർക്ക് വില നിശ്ചയിക്കാൻ സാധിക്കും? ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് ഓർക്കുക. നിങ്ങൾക്ക് ലഭിച്ച ദാനങ്ങൾക്ക് നന്ദി പറയുവാൻ വേണ്ടി ഈ ജീവിതം മുഴുവൻ മതിയാകുമോ? പ്രതിഫലത്തിന് വേണ്ടി എല്ലാം ചെയ്യരുത്. സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഒരു ഐശ്വര്യമുണ്ട് പ്രതിഫലത്തിന് വേണ്ടി അല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർക്കാണ് എവിടെ ചെന്നാലും സ്വർഗം പണിയാൻ പറ്റുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഗുരുവായ അജൻചം പറയുന്ന മറ്റൊരു ഉപദേശമാണ്, എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണമായ സമർപ്പണത്തോടെ ചെയ്യുക. ഒരു പാശ്ചാത്യൻ ഈ ഗുരുവിനെ കാണാൻ വന്നു. കാത്തുകെട്ടി കിടക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല. അവസാനം അയാൾ കുറേ നേരത്തെ കാത്തുനിൽപ്പിൻ്റെ വിരസത മാറ്റാൻ വേണ്ടി തോട്ടത്തിൽ ചെന്ന് വെറുതെ മുറ്റം അടിച്ച് തൂത്തുവാരാൻ തുടങ്ങി. അപ്പോഴാണ് ഗുരു അതിലൂടെ കടന്നു പോകുന്നത്. അദ്ദേഹം ഇതിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പൂർണ്ണ തൃപ്തിയോടെ ചെയ്യുക. അതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പൂർണ്ണ തൃപ്തിയോടെ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചൈനക്കാരെ മൊത്തത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന 3 ചോദ്യങ്ങളുടെ ഒരു കഥയുണ്ട്. രാജാവ് ഒരു മത്സരം വെച്ചു. 3 ചോദ്യം ചോദിക്കും. 3 ചോദ്യത്തിൻ്റെ ഉത്തരം നന്നായിട്ട് പറയുന്നയാൾക്ക് സമ്മാനം. ചോദ്യം ഇതൊക്കെയാണ്. 1, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അതെന്താണ്? അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും മാറ്റിമറിക്കും. 1ാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? നിങ്ങളിപ്പോഴാരെയാണ് അഭിമുഖീകരിക്കുന്നത് ആ വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഞാനിപ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ ഇപ്പോൾ. കാരണം നിങ്ങളെ ഏറ്റവും ആദരവോടെ ഞാൻ നോക്കിക്കാണുകയാണെങ്കിൽ ഒരുങ്ങി സന്തോഷത്തോടെ ഉണർവോടെ സ്നേഹത്തോടെ ഞാൻ സംസാരിക്കും. കാരണം നിങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ടവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണ്? ഇതാ ഇപ്പോൾ. അടുത്തൊരു നിമിഷത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവിക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷത്തിൽ ഉണർവോടെ സ്നേഹത്തോടെ ചൈതന്യത്തോടെ ഞാൻ വ്യാപരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ്? ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ഈ കർമ്മം നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിത്യതയിലേക്ക് ഒരു വഴി തുറക്കുന്ന വ്യക്തിയായിട്ട് ഈ നിമിഷത്തിൽ ഞാൻ മാറുന്നുണ്ട്. ഈ 3 ചോദ്യങ്ങളൊന്ന് ധ്യാനിച്ചാൽ തന്നെ ആനന്ദത്തിലേക്കൊരു കവാടം താനെ കാറ്റ് വന്ന് തുറക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കും. ആ കവാടത്തിലൂടെ കടന്ന് ആനന്ദകരമായ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളൊക്കെ പ്രവേശിക്കും. അങ്ങനെ സാധിക്കട്ടെ. അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കാതെ സ്വപ്നതുല്യമായ യാഥാർത്ഥ്യമായി മാറട്ടെ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു.